ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാളെ പഞ്ചമിയെക്കുറിച്ചാണ് പറയുന്നത്. പഞ്ചമി തിഥിയുടെ ആരംഭമെന്ന് പറയുന്നത് നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ്. അവസാനിക്കുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:41 ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെയധികം ശക്തി നിറഞ്ഞ ഒരു പരിഹാരമാണ്. അടുത്ത പഞ്ചമിക്ക് മുൻപേ നിങ്ങൾ എന്താണോ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങൾക്ക് ദേവി സാധിച്ചു തന്നിരിക്കും. ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്യേണ്ടത് നാളെ ബുധനാഴ്ച സന്ധ്യയ്ക്ക് ഒരു 7 മണി മുതൽ രാത്രി 11 മണിക്കുള്ളിലാണ്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നാളെ സന്ധ്യയ്ക്ക് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വ്യാഴാഴ്ച ബ്രഹ്മമുഹൂർത്ത സമയത്തും ഇത് ചെയ്യാവുന്നതാണ്. ഇത് ഇരുട്ടി ഇരിക്കുന്ന സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഫലം നമുക്ക് തരുന്നത്. രാത്രി നേരങ്ങളിൽ വരാഹിയമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ആദ്യം തന്നെ നോൺ വെജ് കഴിച്ചിട്ട് കുളിച്ചിട്ട് ഈ ഒരു പരിഹാരം ചെയ്യാമോ എന്ന് ചോദിക്കരുത്. കാരണം ഇതങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം കഴിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഈ വീഡിയോ കാണാൻ ലേറ്റായി പോയി, നാളെ നിങ്ങൾ നോൺ വെജൊക്കെ കഴിച്ചു എന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ ഒരു 6:30 ഉള്ളിൽ നിങ്ങളിത് ചെയ്തു തീർത്താൽ മതിയാവും. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മൾ ഒരു ദീപം കൊളുത്തിയാണ് ഈ ഒരു പരിഹാരം ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ വരാഹി അമ്മയ്ക്ക് പഞ്ചമുഖ ദീപം തെളിയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തേങ്ങാദീപം തെളിയിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതൊന്നും ഇവിടെ പറ്റില്ല. നമ്മളിവിടെ സ്പെഷ്യലായിട്ട് ദേവിക്ക് ദീപം കൊളുത്തണം. അതുകൊണ്ട് തന്നെ അത് നോക്കി വേണം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ എപ്പോഴാണ് പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സമയത്ത് ദേവിയുടെ വിഗ്രഹമോ ഫോട്ടോയോ എന്താണെങ്കിലും അത് തുടച്ച് വൃത്തിയാക്കി, വിഗ്രഹമാണെങ്കിൽ അഭിഷേകം ചെയ്ത് പൊട്ടൊക്കെ വെച്ച് നല്ല ചുമന്ന കളറിലെ പൂക്കൾ അമ്മയ്ക്ക് ചാർത്തുക. ചുമന്ന കളർ കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പൂക്കൾ ദേവിക്ക് സമർപ്പിക്കുക. അതിനുശേഷം ഒന്നെങ്കിൽ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു വാഴയിലയോ എടുക്കുക. അതിൽ ഒരു പിടി കല്ലുപ്പ് നിരത്തുക. കല്ലുപ്പ് തന്നെ വേണം, പൊടിയുപ്പ് ഇവിടെ നമ്മൾ ഈ ഒരു പരിഹാരത്തിന് എടുക്കാനേ പാടുള്ളതല്ല. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ വലിയ മൺചിരാതുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൽ നെയ്യോ നല്ലെണ്ണയോ എന്താണോ ഉള്ളത് അത് ഒഴിക്കുക. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഈ കൊളുത്തി വെക്കുന്ന ദീപം 1 മണിക്കൂർ അണയാതെ കത്തി നിൽക്കണം. ഇപ്പം ചെറിയ മൺവിളക്കാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും, ഇല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഞങ്ങളുടെ കയ്യിൽ മൺവിളക്കില്ല അല്ലെങ്കിൽ വേറെ വിളക്കൊന്നുമില്ലെങ്കിൽ സാധാരണ നിങ്ങൾ കത്തിക്കുന്ന നിലവിളക്ക് എടുത്താൽ മതിയാവും. നിലവിളക്കിൽ നമ്മൾ 5 തിരിയാണല്ലോ ഇടുന്നത്. ഇവിടെ 5 ഇടരുത്, 4 തിരികൾ 4 ദിശയിലോട്ട്, അതായത് കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തെക്ക്, ഈ 4 ദിശയിലോട്ട് മാത്രം 4 തിരികളിട്ട് നമ്മൾ ദീപം കൊളുത്തണം. ദീപം കൊളുത്തിയതിന് ശേഷം ആ ദീപത്തിന് മുൻപിലിരുന്ന് വെറും 11 പ്രാവശ്യം നിങ്ങൾ ഈ ഒരു മന്ത്രം കൂടിയിട്ട് ജപിക്കണം. മന്ത്രം ഇതാണ്: ഓം ശ്രീം ഹ്രീം മമ ദാരിദ്ര്യം ധ്വംസയ. ഓം ശ്രീം ഹ്രീം മമ ദാരിദ്ര്യം ധ്വംസയ. ഇത് പൂർണ്ണമായ ഭക്തിയോടുകൂടി അമ്മയോട്, ഇപ്പം ദാരിദ്ര്യം മാറണം എന്നുള്ളത് മാത്രമല്ല, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കാര്യം ദേവിയുടെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. ആ ആഗ്രഹം എന്തു തന്നെ ആയാലും വളരെ പെട്ടെന്ന് തന്നെ, അതായത് അടുത്ത പഞ്ചമിക്ക് മുൻപ് തന്നെ ദേവി അത് സാധിച്ചു തന്നിരിക്കും. അതിനുശേഷം ധൂപദീപ ആരതി എടുക്കണം. നിവേദ്യമായിട്ട് പാനകം, അതേപോലെ ഭൂമിക്കടിയിൽ വിളയുന്ന കിഴങ്ങുകൾ എന്തായാലും അതൊക്കെ അമ്മയ്ക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇപ്പം മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട്, പൊട്ടറ്റോ, നിലക്കടല ഇവയൊക്കെ നമുക്ക് പച്ചയ്ക്കും വെക്കാം, പുഴുങ്ങിയും വെക്കാം.
അതേപോലെ മാതള നാരങ്ങയിൽ തേനൊഴിച്ച് വെക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്താണോ ആ വസ്തുക്കൾ ദേവിക്ക് സമർപ്പിച്ച് കർപ്പൂര ആരതിയും എടുത്ത് പ്രാർത്ഥിച്ചാൽ മതിയാവും. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, 1 മണിക്കൂർ നേരം അണയാതെ ആ ദീപം കത്തി നിൽക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ നമ്മൾ ദേവിക്ക് തേങ്ങാദീപം തെളിയിക്കും, 5 ദീപങ്ങളൊക്കെ തെളിയിക്കുന്നവരായിരിക്കുമല്ലോ. അങ്ങനെയുള്ളപ്പം ആ പൂജയും ഞാൻ ഈ പറഞ്ഞ പൂജയും ഒന്നിച്ച് ചെയ്യരുത്. ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ട് നിങ്ങൾക്ക് ചെയ്യുമ്പം 7 മണിക്ക് സാധാരണയായി നിങ്ങൾ തേങ്ങാദീപം തെളിയിക്കുന്നവരാണെങ്കിൽ ഒരു 7 to 7:30 ആ ഒരു സമയത്ത് തേങ്ങാദീപം തെളിയിച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഈ ഒരു ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരു ദിവസം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഒരേ സമയത്ത് നമ്മളിത് ചെയ്യരുത്. അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. പൂജ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം, അതായത് ബുധനാഴ്ചയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച രാത്രി മുഴുവൻ ആ കല്ലുപ്പും ദീപവും അവിടെ തന്നെ ഇരുന്നോട്ടെ. പിറ്റേ ദിവസം വ്യാഴാഴ്ച സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ കല്ലുപ്പ് നമ്മൾ അതിനകത്തിട്ട് നന്നായിട്ട് അലിയിച്ചിട്ട് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ, ചെടിയെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചെറിയ ചെടികളുടെ ചുവട്ടിൽ കൊണ്ട് ഒഴിക്കരുത്. ഉപ്പായതുകൊണ്ട് തന്നെ ചെടി കരിഞ്ഞു പോകും. ഏതെങ്കിലും മരമുണ്ടല്ലോ അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിച്ചു കളഞ്ഞാൽ മതിയാവും. അതും ആരും ചവിട്ടാത്ത ഇടത്ത് വേണം കളയാൻ. ഇനി നിങ്ങൾ അബ്രോഡൊക്കെയാണ് താമസിക്കുന്നത്, വെളിയിൽ അങ്ങനെ കൊണ്ട് കളയാൻ പറ്റില്ല എന്നുള്ളത് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ കല്ലുപ്പ് അലിയിക്കുക. എന്നിട്ട് നമ്മുടെ അടുക്കളയിലെ സിങ്ക് ഉണ്ടല്ലോ, ടാപ്പ് ഓൺ ചെയ്ത് വിട്ടിട്ട് അതിനകത്തോട്ട് ഈ ഒരു വെള്ളം അങ്ങ് ഒഴിച്ച് വിട്ടിരിക്കുക. കല്ലുപ്പ് അതോടുകൂടി തന്നെ നമ്മൾ കളയരുത്, എപ്പോഴും അലിയിച്ചിട്ട് മാത്രം കളയാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കാത്ത എന്തൊരു പ്രാർത്ഥനയും പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടുകൂടി നാളെ പഞ്ചമി ദിവസം വരാഹി അമ്മയുടെ മുൻപിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് 100% ഫലം കിട്ടും. കാരണം അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസമാണ് പഞ്ചമി എന്ന് പറയുന്നതും. വെളുത്തപക്ഷ പഞ്ചമിക്ക് വളരെയധികം പവറുണ്ട്. സോ നാളത്തെ ദിവസം എല്ലാവരും ഇത് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അടുത്ത പഞ്ചമിക്ക് മുമ്പ് അമ്മ ഇത് സാധിച്ചു തന്നിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.